ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മൾ ഹോണ്ട യൂണിക്കോൺ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് വർക്ക് ഉണ്ട്, പെയിൻറ്റിങ് ഉണ്ട്, അതേപോലെ തന്നെ പുകയുടെ കംപ്ലയിൻ്റ് ഉണ്ട്. പുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽ കുറേ കഴിയുമ്പോഴത്തേക്കും കുറഞ്ഞു പോകുന്നൊരു കംപ്ലയിൻ്റ് ഉണ്ട്. അതേപോലെ തന്നെ അത്യാവശ്യം മെയിൻ്റനൻസ്, ഇപ്പോൾ ഫ്രണ്ട് ഫോർക്കിൻ്റെ ആയാലും കോൺസെപ്റ്റ് ചെറിയ കംപ്ലയിൻ്റ് ഉണ്ട്, വീൽ ബെയറിംഗ് കംപ്ലയിൻറ്റ്, അങ്ങനെ അത്യാവശ്യം കുറച്ച് മെയിൻ്റനൻസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മളതിൻ്റെ ബോഡി പാർട്സുകൾ അഴിച്ചിട്ട് പെയിൻറ്റിങ്ങിലേക്ക് വിടാണ്. കാരണം നമുക്ക് ഡേറ്റ് ഇല്ല, തൊട്ടടുത്ത ദിവസങ്ങളിലാണ് അതിൻ്റെ ടെസ്റ്റ് വരാം. അപ്പോൾ ഫസ്റ്റ് പെയിൻറ്റിങ്ങിൻ്റെ ഭാഗങ്ങൾ ടാങ്ക് തുടങ്ങിയിട്ട് ബാക്കിയത്തെ ബോഡി പാർട്സുകൾ പെയിൻറ്റിങ്ങിലേക്ക് വിട്ടിട്ടുണ്ട്. ബാക്കിയത്തെ മെയിൻ്റനൻസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബാക്കിയത്തെ ഐറ്റംസ് പെയിൻറ്റിങ്ങിലേക്ക് പോകുള്ളൂ. ബോഡി ബാക്കിയത്തെ സാധനങ്ങളൊക്കെ പെയിൻറ്റിങ്ങിലേക്ക് പോകും, ചെയ്സ് തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങൾ. അപ്പോൾ നമ്മളതിൻ്റെ പുകയുടെ കംപ്ലയിൻറ്റ് ചെക്ക് ചെയ്യാനായിട്ട് നമ്മളത് സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗം അഴിച്ചിട്ടുണ്ട്. നമുക്ക് എത്രത്തോളം ഇത് എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളത് അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ സിലിണ്ടർ പിസ്റ്റനാണ് കംപ്ലയിൻറ്റ്. അതായത് സിലിണ്ടറിൻ്റെ ഉള്ളിൽ നമ്മളിപ്പോൾ ഈ റെഡ് മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ അറിയാം, അത്യാവശ്യം നല്ല ഡീപ്പായ രീതിയിൽ 1-2 സ്ക്രാച്ചസ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട്. മോൾ സൈഡിലായാലും ഉണ്ട്, അത്യാവശ്യം ചെറിയ, മുകളിൽ അത്രയില്ല, പക്ഷേ എങ്കിൽ കൂടി ഓയിൽ കയറി കത്താവുന്ന കണ്ടീഷനിലുള്ള സ്ക്രാച്ചസ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ കേട്ടോ. അപ്പോൾ അതാണ് ശരിക്കും നമുക്ക് ആ ഓയിൽ കുറഞ്ഞു പോകുന്നതിൻ്റെ ഒരു റീസൺ. റെഡ് ഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം, ഒരു 3-4 എണ്ണം നല്ല രീതിയിലുള്ള സ്ക്രാച്ചസ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഓയിൽ ഫേസിലേക്ക് കയറി വരാം. അതായത് ആ സ്ക്രാച്ച് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് ഈ പിസ്റ്റൻ്റെ ഈ റിങ്സാണ് ഇത് അതിനെയൊക്കെ കവർ ചെയ്യുക. ആ റിങ്സ് കവർ ചെയ്യുന്നതിൻ്റെ താഴേക്കാണ് അതിനേക്കാളും അതിൻ്റെ ആ ഒരു പരിധിയിലും പുറമെയാണ് ആ സ്ക്രാച്ചസ് വന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഫേസിലേക്ക് കയറി വരും. അപ്പോൾ ആ ഭാഗത്ത് ഓയിൽ വന്ന് കത്തി കുറഞ്ഞു പോവുക. എന്നാൽ കാര്യമായ രീതിയിലല്ല, മൈന്യൂട്ടായിട്ടാണ് അതിൻ്റെ ഇത് കത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഓയിൽ ലെവൽ കുറഞ്ഞു പോയിക്കുന്ന കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എഞ്ചിൻ ഓയിലടക്കം മാറുന്നുണ്ട്. എഞ്ചിൻ ഓയിൽ നമ്മൾ മാറുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എഞ്ചിൻ ഫ്ലഷ് ഉപയോഗിച്ച് എഞ്ചിൻ്റെ ഉൾഭാഗമൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഒരുവിധം അഴുക്ക് പോന്നിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ. പിന്നെ നമുക്കതിപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ സിലിണ്ടർ കിറ്റേപ്പാടി നമുക്ക് മാറ്റേണ്ടി വരും. അത്യാവശ്യം നമുക്ക് ഓട്ടോ ഉള്ള വണ്ടിയാണ്. അപ്പോൾ ആ രീതിയിൽ വേണം നമുക്ക് ചെയ്യാനായിട്ട്. സിലിണ്ടർ പിസ്റ്റൺ കിറ്റേപ്പാടി നമുക്ക് മാറ്റാം. സിലിണ്ടറും പിസ്റ്റൺ, അതിൻ്റെ റിങ്സ്, അതിനോടനുബന്ധിച്ച് ഗ്യാസ്കറ്റ് കാര്യങ്ങൾ പറഞ്ഞ ഒരു കിറ്റാണ്. അതിൻ്റെ റേറ്റ് വരെ 3500 രൂപയാണ് നമുക്ക് അതിൻ്റെ കിറ്റിന് റേറ്റ് വരാം. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ വണ്ടി സെറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ അതുകൂടാതെ നമുക്ക് എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് 1-2 ഡാമേജുകളുണ്ട്. അത് ഈ വാൽവിൻ്റെ ഈ ഭാഗം നോക്കുമ്പോഴും എക്സോസ്റ്റ് വാൽവിൻ്റെ ഈ ഭാഗത്തൊക്കെ ലീക്കേജ് ഉണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ വാൽവ് ഗൈഡിൻ്റെ തേമാനമാണ്. അത്യാവശ്യം നമുക്ക് ഉപയോഗിച്ചാണ് വണ്ടിയാണ്, അതുകൊണ്ട് തന്നെയാണ് ആ ഗൈഡിനൊക്കെ തേമാനം വന്നേക്കുന്നത്. 85,000 കിലോമീറ്റർ ഓടിയേക്കണ വണ്ടിയാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മളതിൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗമൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട്. നമ്മളതിൻ്റെ വാൽവ് ഗൈഡും മാറണം, ആ വാൽവ് ചേഞ്ച് ചെയ്തിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ ക്യാം ഷാഫ്റ്റിൻ്റെ ഈ സൈഡിൽ 1-2 ബെയറിങ്ങുകൾ നമ്മൾ മാറ്റിയിടും. കാരണം ഈ ഒരു ബെയറിങ്ങിന് ചെറിയൊരു പ്ലേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇത്രയും വർക്ക് ചെയ്യുമ്പോൾ അത് ഒരു റിസ്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് എൻ്റെ ഒരു ഇതിനോടിയായിട്ട് നമ്മളത് സംഭവം മാറ്റിയിടും കേട്ടോ. 2 ബെയറിങ് ക്യാം ഷാഫ്റ്റ് ഫുള്ളായിട്ട് നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല. ഈ ഒരു ബെയറിങ്ങിനാണ് ഒരു അല്പം പ്ലേ പോലെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ പിടുത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു കറകറാന്നൊരു ഇത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് രണ്ടും മാറ്റിയിട്ടാണ് റീസെറ്റ് ചെയ്യുക. പിന്നെ അതുകൂടാതെ നമുക്ക് അതിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ കണക്ടർ റോഡിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ചെറിയൊരു പ്ലേ ആണ് ഉള്ളൂ. നിലവിൽ അത് മേജറായിട്ടുള്ളൊരു കംപ്ലയിൻ്റ് ആയിട്ട് നമുക്കിപ്പോൾ ഫീൽ ചെയ്യണമെന്നില്ല. റൊട്ടേറ്റ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ എല്ലാ ഭാഗവും ചെക്ക് ചെയ്യുമ്പോഴും എല്ലാ ഭാഗത്തും ഒരേ രീതിയിലുള്ള മെഷർമെൻറ്റാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് മേജറായിട്ടുള്ള പ്രശ്നം തോന്നുന്നില്ല. തന്നെയുള്ള വണ്ടി നമ്മൾ ഓടിച്ച് നോക്കുന്ന സമയത്തായാലും എഞ്ചിൻ്റെ ഭാഗത്ത് വേറൊരു സൗണ്ട് വ്യത്യാസമൊന്നും നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായില്ല. അതായത് ക്രാങ്കിൻ്റെ ബെയറിങ്ങുമായി ബന്ധപ്പെട്ട സൗണ്ടോ അങ്ങനെ കാര്യങ്ങളൊന്നും നിലവിലുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എഞ്ചിൻ ഫുള്ളായിട്ട് നമുക്ക് അഴിക്കേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോൾ നിലവിൽ ഉണ്ടായ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഈ പൊല്യൂഷനും അതായത് പുകയുമായി ബന്ധപ്പെട്ടാണ്. അത് ഓയിൽ കത്തി ലെവൽ കുറഞ്ഞു പോകുന്നു, അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസാണ് ഉണ്ടായത്. അപ്പോൾ ആ പ്രോബ്ലം മാത്രമാണ് നമ്മളിപ്പോൾ സോൾവ് ചെയ്യുന്നത് കേട്ടോ. കൂട്ടത്തിൽ നമ്മൾ അതിൻ്റെ എഞ്ചിൻ ഹെഡിനകത്തേക്ക് വന്ന ഈ ക്യാം ചെയിൻ അതിൻ്റെ ഉള്ളിൽ വന്നതാണ്. അപ്പോൾ അതും കൂടി നമ്മൾ അഴിച്ച് മാറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കവറിങ് അഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് അതും കൂടി കൂട്ടത്തിൽ നമ്മൾ ചേഞ്ച് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ആ കൂട്ടത്തിൽ തന്നെ നമ്മളതിൻ്റെ കാർബറേറ്ററൊക്കെ ഫുള്ളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്യും. കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ച് നമുക്ക് ക്ലീൻ ചെയ്യണം. ഇത് ചെയ്യുമ്പോൾ ആ കൂട്ടത്തിൽ നമ്മൾ ചെയ്തു പോകണം. അതിൻ്റെ വാക്യൂം പിസ്റ്റനൊക്കെ നോക്കുമ്പോൾ വേറെ തേമാന കാര്യങ്ങളോ മാറ്റേണ്ട ഒരു സിറ്റുവേഷനൊന്നുമില്ല. ഒരല്പം തേമാനം ഉണ്ടെങ്കിൽ പോലും മാറ്റേണ്ട ഒരു സിറ്റുവേഷനൊന്നുമില്ല. ക്യാം ചെയിൻ മാറ്റുമ്പോൾ നമുക്ക് അതിൻ്റെ ടെൻഷനർ കാര്യങ്ങൾ നമ്മൾ കൂട്ടത്തിൽ ചേഞ്ച് ചെയ്ത് കേട്ടോ. അതേപോലെ തന്നെ എയർ ഫിൽറ്ററൊക്കെ ക്ലീൻ ചെയ്തിടും. എയർ ഫിൽറ്റർ നമുക്ക് കിടക്കുന്നത് പുതിയ ഫിൽറ്ററാണ്, കമ്പനി ഫിൽറ്റർ, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ്. അപ്പോൾ നമുക്ക് തൽക്കാലം അത് ഒന്ന് ക്ലീൻ ചെയ്താൽ മതി. നല്ല ഫിൽറ്ററാണ്, വലിയ പഴക്കമായിട്ടില്ല നമ്മളത് മാറ്റിയിട്ട്. അപ്പോൾ തൽക്കാലം അത് അങ്ങനെ തന്നെ യൂസ് ചെയ്യാം. പിന്നെ കൂട്ടത്തിൽക്കൂടെ ജനറലായിട്ട് നമ്മൾ സർവീസും കൂടി ചെയ്തിട്ട് പോകും. ബാക്ക് ബ്രേക്കൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയിനൊക്കെ കറക്റ്റ് ടൈറ്റ് ചെയ്തതിന് ശേഷമൊക്കെയാണ് റീസെറ്റ് ചെയ്യുള്ളൂ. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്രണ്ട് ഫോർക്കിൻ്റെ ഈ സൈഡിൽ ചെറിയൊരു നനവ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കൈയോടെ നമുക്ക് ആ കൂട്ടത്തിൽക്കൂടെ അഴിച്ച് അതിൻ്റെ ഓയിൽ കാര്യങ്ങൾ ചേഞ്ച് ചെയ്തിടാം. ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ്ങിന് ചെറിയൊരു പ്ലേ കാണിക്കുന്നുണ്ട്, അതും കൂടി നമ്മൾ ക്ലിയർ ചെയ്യണം. കോൺസെപ്റ്റിന് ചെറിയൊരു അടിയുണ്ട്. അപ്പോൾ ഫ്രണ്ട് ഭാഗം അഴിച്ചിട്ട് അതൊന്ന് ഫുള്ളായിട്ടൊന്ന് റീസെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്.
അത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതല്ലെങ്കിൽ പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് പിന്നീട് നമുക്ക് കഴിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ വർക്ക് ഏകദേശം ഒരു ഇതിനകത്തേക്ക് എത്തുമ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം. നമുക്കിപ്പോൾ സിലിണ്ടർ പിസ്റ്റണൊക്കെ മാറ്റി വരുമ്പോൾ എൻ്റെ കോസ്റ്റ് ഇപ്പോൾ ഫ്രണ്ട് ഫോർക്കിൻ്റെ ആയാലും ഫോർക്ക് വിത്ത് ഓയിൽ സീൽ കോൺസെപ്റ്റ് അതുമായി ബന്ധപ്പെട്ട അപ്രോക്സിമേറ്റ് ഒരു എമൗണ്ട് ഏകദേശം ഒരു ധാരണ കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്തിട്ട് ഞാൻ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം നമുക്കൊരു ശനിയാഴ്ചയൊക്കെ ക്ലോസ് ചെയ്താലാണ് നമുക്ക് ബാക്കിയത്തെ ഭാഗം കൂടി പെയിൻറ്റ് ചെയ്തിട്ട് നമുക്ക് വണ്ടി വ്യാഴാഴ്ചയ്ക്ക് മുമ്പിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ. നമുക്ക് അതിനുള്ള ഡേറ്റ് ഉള്ളൂ. അപ്പോൾ മാക്സിമം നമ്മൾ നമ്മുടേതായ രീതിയിൽ മാക്സിമം ഫാസ്റ്റാക്കി ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഞാനൊന്ന് ഫോർവേഡ് ചെയ്തേക്കാം, ഒന്ന് നോക്കിക്കോളൂ. എസ്റ്റിമേറ്റ് ഞാൻ വൈകുന്നേരത്തിനുള്ളിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി എസ്റ്റിമേറ്റ് അപ്രോക്സിമേറ്റ് ഒരു എമൗണ്ട് കൂടി നമ്മൾ വാട്സാപ്പിനകത്തേക്ക് തന്നെ ഇട്ടേക്കാം. അപ്പോൾ അതനുസരിച്ചിട്ട് നോക്കിയിട്ട് അത് വർക്ക് ആ രീതിയിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഓക്കെ.